ഒറ്റ ശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹൻ മീനാക്ഷിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ഞാൻ അങ്ങോട്ട് വരണോ നിങ്ങളെ കൊണ്ടുവരാൻ എന്ന് ചോദിക്കുന്നു. മീനാക്ഷി പറയുന്നുണ്ട് വേണ്ട, ഞാനും അമ്മയും ഓട്ടോ പിടിച്ച് അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമോഹൻ മീനാക്ഷിയോട് പറയുന്നുണ്ട് മേനോൻ സാറിന് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നു എൻ്റെ ഒപ്പം അമ്മയും ഉണ്ടാവുമല്ലോ എന്ന്. ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരെ കാണാൻ പറ്റുമോ എന്നറിയില്ല എന്ന് മീനാക്ഷി പറയാണ്. ചന്ദ്രമോഹൻ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വായോ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷി റെഡിയായി അമ്മയെ തിരക്കൂട്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ വഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ചീട്ടൊക്കെ നീ എടുത്തോ എന്ന് ചോദിക്കുന്നു. മീനാക്ഷി പറഞ്ഞു ഞാൻ മറന്നു പോയി എന്ന് പറയുന്നു. ആ സമയം തുളസീധരൻ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ മാസവും ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് തുളസി ചേട്ടൻ ചോദിക്കുന്നുണ്ട്. മാസം തോറും ഡോക്ടറെ കാണൽ ഒരു പരിശോധനയും. അപ്പോൾ പ്രസന്ന പറയുന്നത് ചെക്കപ്പ് നടത്തുന്നതല്ലേ ചേട്ടാ നല്ലത്. അപ്പോൾ തുളസി ചേട്ടൻ പറയുന്നുണ്ട് ഈ ചെക്കപ്പൊക്കെ ഇപ്പോൾ എന്ന് മുതലേ ഉണ്ടായതെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ചെക്കപ്പ് നടത്തിയിട്ടാണോ നീ എൻ്റെ 3 മക്കളെ പെറ്റതെന്ന് ചോദിക്കുകയാണ്. ചുമ്മാ പൈസ പിടുങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലുകാരും ഡോക്ടർമാരും ഒത്തുചേർന്ന് നടക്കുന്ന ഓരോ കളികളാണെന്നെല്ലാം തുളസി ചേട്ടൻ പറയാണ്. ഇത് കേൾക്കുന്ന പ്രസന്ന പറയുന്നുണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും പൈസ ചിലവാവുന്നില്ലല്ലോ, ആ മേനോൻ സാറിൻ്റെ കയ്യിൽ നിന്നല്ലേ പൈസ ചിലവാവുന്നത്. അപ്പോൾ തുളസി ചേട്ടൻ പറയുന്നുണ്ട് ആരുടെ പൈസയായാലും പൈസ തന്നെയല്ലേ എന്ന് പറയാണ്. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കാൻ വേണ്ടിയല്ലല്ലോ, നമ്മളുടെ മോളുടെ മീനുവിൻ്റെ ആരോഗ്യസ്ഥിതിയും കൂടി നോക്കണ്ടേ എന്നെല്ലാം പറയാണ്. അവൾക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണ്ടേ. അത് കേൾക്കുമ്പോൾ തുളസി ചേട്ടൻ പറയുന്നത് അവളുടെ വയറ് വലുതായി വരുന്നത് നീ കണ്ടില്ലേ, കണ്ടാൽ ആർക്കും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റും വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്, അതില്ലെങ്കിൽ ഇപ്പോൾ ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പ്രസന്ന പറയുന്നുണ്ട്. തുളസി ചേട്ടൻ പറയുന്നത് ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ടൗണിൽ കൂടി ഇവളെയും കൊണ്ട് നടക്കുമ്പോൾ നമ്മളുടെ പരിചയക്കാരെങ്കിലും കണ്ടാൽ അതും മതിയില്ലേ പിന്നെ എന്ന് പറയാണ്. അവർ നമ്മളോട് ഇതിന് മറുപടി ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നെല്ലാം ആലോചിച്ച് തുളസി ചേട്ടൻ ആകെ ടെൻഷൻ ആവുകയാണ്. കാടിവെള്ളം കുടിച്ച് വയറ് വീർത്തതാണെന്ന് പറയുമോ, കല്യാണം കഴിക്കാത്ത പെണ്ണാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണമെന്ന് പ്രസന്നയോട് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മീനാക്ഷി പറയുന്നത് എന്നെ ചൊല്ലിയുടെ വഴക്ക് വേണ്ട, ഞാൻ എന്നാൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മീനാക്ഷിയുടെ കൈ പിടിച്ച് പ്രസന്ന പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ പറയും, കാട്ടുജാതിക്കാരനായിട്ട് ജനിക്കേണ്ടതാണ്, ജനിച്ച സ്ഥലം മാറിപ്പോയി. എന്തുവാടി പറഞ്ഞതെന്ന് തുളസി ചേട്ടൻ ചോദിക്കുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട് നമ്മളിവിടെ ഒന്നും ജീവിക്കേണ്ടവരല്ല എന്നാ പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.